നിർത്തുകയാണ്. കുറേ ചോദ്യങ്ങളുണ്ട്. ഷുഗറിൻ്റെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, പ്രഷർ. ഞാനിപ്പോൾ എന്താ പറഞ്ഞ് പതിക്കിട്ടത്? യൂറിക് ആസിഡിൻ്റെ പ്രശ്നം അതാണ്. ഈ മസാല കൂടിയ ഫുഡ് നിങ്ങളൊന്ന് നിയന്ത്രിച്ച്, ഈ പറഞ്ഞ രാവിലെ ബാർലിയുടെ ഉൽപ്പന്നവും രാത്രി ചുരങ്ക കൊണ്ടുള്ള കറി വല്ലതും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 40% അതുകൊണ്ട് മാത്രം പോയി കിട്ടും. പിന്നെ അതോടുകൂടി യൂറിക് ആസിഡിൻ്റെ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം ഹിജാമയാണ്. അത് ചെയ്യാൻ കഴിയുന്ന അത്രയും പ്രഗത്ഭനം 5 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ഹിജാമ ചെയ്യാൻ അറിയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി, ഹിജാമ. പക്ഷേ ഇന്നിപ്പോൾ അതിപ്പോൾ ഒരു ബിസിനസ് തന്നെയായി മാറി. നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളോട് ഗുരുനാഥന്മാർ പറഞ്ഞത് പൈസ കൊടുത്ത് ഇത് ഹിജാമ ചെയ്യാൻ പാടില്ല, പൈസ വാങ്ങരുതെന്നാണ്. ഞാനിപ്പോൾ നിങ്ങളിൽ ഒരാൾക്ക് ഹിജാമ ചെയ്തു തരുമ്പോൾ അതിന് കൂലി വാങ്ങരുതെന്നാണ്. അത്രയും. പക്ഷേ ഇന്നിപ്പം അതൊരു എന്താ പറയുക, എന്തോ ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ അവർക്ക് റൂമിന് വാടക കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ടൂൾസ് വാങ്ങാനുള്ള പൈസ വാങ്ങാതിരിക്കും എന്തോ. ഞാനിപ്പോൾ അതങ്ങനെ പറഞ്ഞു എന്ന് കരുതി അവർ നിങ്ങളാരും ആക്ഷേപിക്കരുത്. അതിൻ്റെ സുന്നത്തായ രീതി അങ്ങനെയാണ്. അപ്പോൾ ഹിജാമ നല്ല ട്രീറ്റ്മെൻറ്റാണ്. ഈ ഏതിന് യൂറിക് ആസിഡിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. അവർ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഭക്ഷണത്തിൽ മസാലകൾ കൂടുതലാവരുത്, മാംസം കൊഴുപ്പ് കൂടുതലുള്ള മൂരിയിറച്ചി പോത്തിയിറച്ചി കൂടുതൽ കഴിക്കരുത്. അതുപോലെ പൈനാപ്പിൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്, തക്കാളി കൂടുതലുള്ള കറി ബുദ്ധിമുട്ടാക്കാൻ സാധ്യതയുണ്ട്. ഉൾപ്പെടുത്തേണ്ടത് വെള്ളം. ഞാനത് പറഞ്ഞു, 2.5 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കണം. കാലിവയറ് നമ്മൾ നേരത്തെ തന്നെ അതിന് ഒഴിവാക്കിയില്ലേ. കാലിവയറ് എന്നൊരു വിഷയം നമ്മളിൽ വരുന്നില്ല. മനുഷ്യന്റെ ആരോഗ്യം എപ്പോഴും പുതുമയോടെ നിൽക്കണമെങ്കിൽ അയാൾ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ അറിവ് പഠിക്കണം എന്നാ. തിന്നൽ കൊണ്ടും കുടിക്കൽ കൊണ്ടും പഴം കഴിക്കൽ കൊണ്ടും മാത്രമൊന്നും മനുഷ്യൻ ആരോഗ്യം ഉണ്ടാവില്ല. ഓരോ ദിവസവും അവന്റെ ഇൽമിൽ പുതുമയുണ്ടാവണം. അങ്ങനെയാകുമ്പോൾ ഈമാനിൽ പുതുമയുണ്ടാകും. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ കൊണ്ട് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താല്പര്യത്തെ പഠിക്കുകയും ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുകയും വേണം. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് ശരീരത്തിന്റെ ഖുവ്വത്ത്. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് ശരീരത്തിന്റെ ഖുവ്വത്ത്. ആ ഖുവ്വത്തിനെയാണ് നമ്മൾ സിഹത്ത് എന്ന് വിളിക്കുന്നത്. ആ ശക്തിയെയാണ് നമ്മൾ ആരോഗ്യം എന്ന് വിളിക്കുന്നത്. ഓരോ ദിവസവും നിനക്ക് നിന്റെ രക്ഷിതാവിലുള്ള അറിവ്, പുതിയ അറിവുണ്ടാവട്ടെ. നിന്റെ ശരീരത്തിൽ പുതുമയുണ്ടാകും. നിന്റെ ശരീരവും ഓരോ ദിവസവും പുതിയതാണ്. ഓരോ സെക്കൻഡിലും നിന്റെ ശരീരം പുതുമ തേടുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ നിരന്തരം മരണം നടക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ നിരന്തരം മൃത്യു നടക്കുന്നു. അങ്ങനെ മരിച്ചടിഞ്ഞു കൂടുന്ന കോശവ്യൂഹങ്ങളെ വിളിക്കുന്ന പേരാണ് മൃതകോശങ്ങൾ, എയറോബിക് വേസ്റ്റ്. നിന്റെ ശരീരത്തിൽ നിരന്തരം കോശങ്ങൾ മരിക്കുന്നു, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. ഈ പുതിയ കോശങ്ങൾക്ക് ഉണർവുണ്ടാകണമെങ്കിൽ ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൻ തയ്യിബ. നല്ല വാക്കുകൾ കേൾക്കുന്നത് ശരീരത്തിന് എനർജിയാണ് എന്ന് വെച്ചാൽ നല്ല വാക്കുകൾ കേൾപ്പിക്കണം. ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് എന്തിനാ വാക്ക് കേൾപ്പിക്കുന്നത്? എനർജി ഉണ്ടാവാൻ, ശരീരത്തെ ബാലൻസ് ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ. മനുഷ്യന്റെ ശരീരത്തിന്റെ ബാലൻസ് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ചെവികളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഉടനെ വലത് ചെവിയിൽ ബാങ്ക് കേൾക്കാൻ, ഇടത് ചെവിയിൽ ഇഖാമത്ത് കേൾക്കാൻ പഠിപ്പിച്ചെന്തിനാ? നല്ല വാക്കുകൾ കേൾക്കുന്നത് ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കും. അപ്പൊ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നന്നായി കേൾക്കുക. പ്രഷറിന്റെ രോഗത്തിനൊക്കെ ചെറിയ കുറവുണ്ടാവും, രക്തസമ്മർദ്ദ രോഗങ്ങൾക്ക് കുറവുണ്ടാകും, അപസ്മാര രോഗത്തിന് കുറവുണ്ടാകും. എന്താ ചെയ്യാൻ പറഞ്ഞത്? ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കാന്ന്. ബാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. ബാങ്ക് കൊടുക്കുമ്പോൾ അനങ്ങാതിരിക്കണം. എന്തിനാ മതം പഠിപ്പിച്ചത്? മനസ്സിലാക്കണം. ബാങ്ക് കൊടുക്കണ നേരത്ത്, ബാങ്ക് വിളിക്കണ നേരത്ത് എന്തിനാണ് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞത്? ജനിച്ച ഉടനെ എന്തിനാണ് ബാങ്ക് കേൾപ്പിക്കണം എന്ന് പറഞ്ഞത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. രക്തസമ്മർദ്ദം കൊണ്ട് മരണങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ വർഷവും ഇവിടെ മരിക്കുന്നത് ക്യാൻസർ കൊണ്ടോ എയ്ഡ്സ് കൊണ്ടോ ഒന്നുമല്ല, രക്തസമ്മർദ്ദ രോഗം കൊണ്ടാണ്, ബിപിയുടെ കംപ്ലൈന്റ് കൊണ്ടാണ്. കുഴഞ്ഞു വീണ മരണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാര് മസ്ജിദുകളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുകൾ ശ്രദ്ധിച്ചു കേൾക്കട്ടെ. അപസ്മാര രോഗമുള്ളവർ ബാങ്ക് ശ്രദ്ധിച്ചു കേൾക്കട്ടെ. അസ്വാഭാവിക പെരുമാറ്റങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതലായി നിങ്ങൾ ബാങ്ക് കേൾപ്പിക്കുക. വികൃതി കൂടുതലുള്ള കുട്ടികൾക്ക് കൂടുതലായി ബാങ്ക് കേൾപ്പിക്കുക. അപ്പൊ നല്ല വാക്കുകൾ, നിന്റെ ശരീരത്തിന്റെ താല്പര്യം നല്ല വാക്കുകൾ കേൾക്കലാണ്. ഓരോ സമയത്തും നിന്റെ ശരീരത്തിൽ പുതുമ സംഭവിക്കുന്നു. അടിസ്ഥാനത്തിൽ നീ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. പലർക്കും ശാരീരിക ക്ഷമത കുറഞ്ഞു പോകാനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നെന്താണ്? പഠനം നിർത്തലാണ്, ഇൽമ നിർത്തി എന്നതാണ്. ഇൽമിന്റെ വഴി ഉപേക്ഷിച്ചു. നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഉലമാക്കളെ കാണില്ലേ, പണ്ഡിതന്മാരെ കാണില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഉസ്താദ് പറഞ്ഞു, ഏഴിമല തങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഏഴിമല തങ്ങൾ എന്ന് പറഞ്ഞ വലിയ വന്യ വയോധികൻ, അല്ലാഹു മരിച്ചുപോയി ഖബർ വിശാലമായി കൊടുക്കട്ടെ. മൂപ്പര് ആ മഹാനുഭാവന്റെ ഏറ്റവും വലിയ പ്രത്യേകത കിതാബ് നോക്കിക്കൊണ്ടേയിരിക്കാം. ഒരു തവണ പരിശുദ്ധ ഹജ്ജ് ആ മഹാനുഭാവന്റെ കൂടെ നിർവഹിക്കാൻ അവസരം ഉണ്ടായി. ഞാൻ കൂടുതൽ സമയവും അദ്ദേഹത്തെ കണ്ടത് ഗ്രന്ഥങ്ങൾ, കിതാബുകൾ പരിശോധിക്കുന്നതായിട്ടാണ്. ഹജ്ജിന്റെ അമലിന്റെ ഭാഗമായി മിനാ ടെന്റിൽ ദിവസങ്ങൾ താമസിക്കണം. ഈ താമസത്തിന്റെ വേളയിൽ പലരും ഖുർആൻ ഓത്ത്, ദിക്ർ ചൊല്ലുക പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മഹാനായ മർഹൂം
ഏഴുമല തങ്ങൾ ചെയ്യുന്നതാണ് കിതാബുകൾ ജിദ്ദയെന്നും മറ്റു കുത്തുബഖാനകളിൽ നിന്നൊക്കെ ഇങ്ങനെ ശിഷ്യന്മാർ അറിയുന്ന ആൾ കിതാബ് കൊണ്ട് കൊടുക്കണം. നമ്മളൊക്കെ ഹജ്ജിനും ഉംറക്കും മറ്റൊക്കെ പോയി മുട്ടായി ഈത്തപ്പഴം ഇതൊക്കെ കൊണ്ടുതരാം ജനങ്ങൾ. തങ്ങൾക്ക് സ്നേഹത്തോടെ കൊണ്ടു കൊടുക്കുന്ന കിതാബാണ്. മൂപ്പരിങ്ങനെ കിതാബ് വെക്കണം. എത്ര വയസ്സുള്ള സമയത്ത് 10:45 പരം ഹജ്ജ് ചെയ്യാൻ ആരോഗ്യത്തോടെ മൂപ്പര് നല്ല റാഹത്തിൽ ചെയ്യാൻ എനർജി. ഇൽമ് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കും. മനസ്സിലാക്കും. അറിവ് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കും. ഇല്ലാലി അബ്ദൂൻ എന്ന് പറഞ്ഞതിന് ഇല്ലാലി അരിഫൂനി എന്ന് ബയാൻ ചെയ്യാറുണ്ട്. എന്നെ അറിയാൻ വേണ്ടി അല്ലാതെ ബയാൻ ചെയ്യാറുണ്ട്. എന്തെന്റെ താല്പര്യം? എന്നെ അറിയുന്നതിലൂടെയാണ് നിന്റെ ആരോഗ്യത്തിന്റെ വർധനവ്, നിന്റെ ശാരീരിക നിലനിൽപ്പ്, മാനസിക നിലനിൽപ്പ് എന്നെ അറിയുന്നതിലൂടെയാണ്. എന്നെ അറിയുക എന്ന ദൗത്യത്തിലായാണ് ഇങ്ങനെ സൃഷ്ടിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത്, ഓരോ ദിവസവും പുതുതായ കാര്യങ്ങൾ പഠിക്കുന്നത് വലിയ ഗുണമാണ്. ആരോഗ്യം നിലനിൽക്കും, യുവത്വം നിലനിൽക്കും. ചെറുപ്പക്കാരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്, അവർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ അവർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞോട്ടെ. പക്ഷേ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം മുതിർന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ ഒരു തവണയെങ്കിലും അവർക്ക് ഉപകാരം കിട്ടുന്ന വിഷയം പഠിക്കാനിരിക്കണം. സൂറത്തുൽ കഹ്ഫിന്റെ ചെറുപ്പക്കാർ പഠിക്കണം. സൂറത്തുൽ കഹ്ഫ് അവർ പഠിക്കണം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം ഫസിദ്നാഹും ഹുദാ എന്ന ആയത്ത് കുട്ടികൾ പഠിക്കണം. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആളുകൾ പഠിക്കണം. അവര് എന്നെ വിളിച്ചതിന്റെ സമ്മാനാണിത്. അവർക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ട. നാട്ടുകാർക്ക് മുഴുവൻ ആരോഗ്യം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്തു. എന്റെ ചെറുപ്പക്കാരുടെ, എന്റെ യുവാക്കൾക്ക് ആരോഗ്യം, സിഹത്ത്, ഖുവ്വത്ത്, നശാത്ത്, അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉശിരുള്ള ശരീരം, അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉശിരുള്ള ശരീരം, ശക്തിയുള്ള ശരീരം. ഫാത്തിമ ബീവിക്ക് വരനായി അലി റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള കാരണം വേറെ പുതിയ പിള്ളേർ കിട്ടാഞ്ഞിട്ടല്ല. ആരോഗ്യമുള്ള ശരീരത്തിന്റെ ഉടമസ്ഥൻ. ഇൽമുള്ളവർ വേറെ ഉണ്ടായിരുന്നു, പൈസ ഉള്ളവർ വേറെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാർ വേറെ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിവാഹത്തിന് അനുവാദം ചോദിച്ചിട്ടുണ്ട്. ചരിത്രമാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ പരിഗണിച്ചത് ശാരീരിക ക്ഷമതയാണ്. അതുകൊണ്ട് എന്റെ പൂർവ്വ വിദ്യാർത്ഥികളെ, ഈ ചെറുപ്പക്കാരോട് അവരുടെ ആരോഗ്യത്തിന്റെ വർധനവിന് കാലങ്ങളെ അതിജയിക്കുന്ന മഹാരഹസ്യങ്ങൾ പഠിപ്പിച്ച സൂറത്തുൽ കഹ്ഫ് കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങളെ അതിജയിച്ച് മുന്നോട്ട് പോകാനുള്ള രഹസ്യങ്ങൾ പറഞ്ഞ അധ്യായമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ്.